നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ സംഘടിപ്പിച്ചു. ചൊക്കന എസ്റ്റേറ്റിലെ പാടികൾക്കു സമീപം കാട്ടാന. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. വേനൽക്കാലത്ത് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള മൺചിറകൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളിയിൽ തെരുവുനായ ആക്രമണത്തിൽ കോഴികൾ ചത്തു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് 58കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി. കൊടകര ആളൂരിൽ കിണറ്റിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചു. ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് തീപിടുത്തമുണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറിയും കേരള വിഷൻ ന്യൂസ് ചെയർമാനുമായ PS സിബി ഉദ്ഘാടനം നിർവഹിച്ചു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷീഫർ അധ്യക്ഷത വഹിച്ചു. COA പുതുക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് CR ബെന്നി, COA പുതുക്കാട് മേഖലാ എക്സിക്യൂട്ടീവ് ജോബി മധുരക്കരി, COA പുതുക്കാട് മേഖലാ സെക്രട്ടറി AP റാഫേൽ, പുതുക്കാട് മേഖലാ ട്രഷറർ VB രമേശ്, മഹേഷ് മോഹൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, ജില്ലാ ട്രഷറർ CG ജോസ്, ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ വി മാത്യു, ഒല്ലൂർ വിഷൻ കേബിൾ ചെയർമാൻ KJ ജോയ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ കേരള വിഷൻ നമ്മുടെ TSP പുതിയ സംവിധാനവുമായി കടന്നു വന്നിരിക്കുകയാണ്. TSP എന്ന് പറയുമ്പോൾ ടോട്ടൽ സൊല്യൂഷൻ പ്രോജക്റ്റ് എല്ലാ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടോട്ടൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന 3 കമ്പനികൾ മാത്രമാണ്. ഒന്ന് ഊരോടുക സൊസൈറ്റിയാണ്. സൊസൈറ്റിക്കായിരിക്കും മുന്തിയ പരിഗണന കിട്ടി ഗവൺമെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ദിനേശ് BD കമ്പനിക്കാരാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊന്നും കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കമ്പനിയാണ്. TSP ആപ്ലിക്കേഷൻ ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കും സാധ്യതകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് മേടിച്ചെടുക്കാം. അവരെല്ലാം ചെയ്യുന്നത് പോലെ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകൾ മാത്രം ചെയ്യാനല്ല നമ്മൾ ഈ TSP ഉദ്ദേശിക്കുന്നത്. നമ്മൾ നാളെ തന്നെ ഏറ്റവും ചെറിയ ഒരു വീട് വെക്കുന്നവരുടെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരുടെ വീട്ടിലെ അതെല്ലാം ഈ COA എന്നൊരു സംഘടനയുടെ കെട്ടുറപ്പ് കൊണ്ടും അതുപോലെ തന്നെ മേഖലാ കമ്മിറ്റികൾ, അവരുടെ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് മുൻകാലങ്ങളിലുള്ള നമ്മുടെ വനശക്തികളായ ഏഷ്യാനെറ്റ്, റിലയൻസ് പോലത്തെ പല ശക്തികളെയും വളരെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ 5ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതൊക്കെ ഈ ഒരു സംഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം നമ്മൾ മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനികളെ പേടിച്ച് കേബിൾ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിനെല്ലാം മറികടന്നുകൊണ്ട് മനുഷ്യരെവിടെയുണ്ടോ അവിടേക്ക് കേരള വിഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ഓപ്പറേറ്റർമാരെ സ്വന്തം എഫർട്ട് കൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അതിന് പിന്താങ്ങായിട്ട് സംഘടനയും അതിൻ്റെ കീഴിലുള്ള നമ്മുടെ ഹെഡ്ഡുകളും ഓപ്പറേറ്റർമാരുടെ മനസ്സ് കണ്ടുകൊണ്ട് അവരെ സാമ്പത്തികമായി സഹായിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനോട് അവർക്ക് വീണ്ടും എത്തുന്നതിന് അവരെല്ലാവരും അസാധ്യതയെ നമ്മൾ സ്വാഗതം നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അസോസിയേഷന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇൻഫോ നെക്സസ് കേബിൾ TV ആണ്. അപ്പോ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ഗംഭീര ആൾക്കാരും സഹായിക്കുന്നത് നമ്മുടെ ഇൻഫോ നെക്സസിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അസോസിയേഷൻ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഫോ നെക്സസ് പ്രവർത്തനങ്ങൾ ഗംഭീരമാകുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾക്കും പുതിയ ടൂറിസം ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കും ഇൻഫോ നെക്സസ് അതിന്റെ ചെയ്യുന്നുണ്ട്. ഇൻഫോ നെക്സസിന്റെ ചെയർമാൻ
ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനയെത്തിയത് തൊഴിലാളി കുടുംബങ്ങളെ ഭീതിയിലാക്കി. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന പാടികൾക്ക് അരികിലെത്തിയത്. ശബ്ദം കേട്ട് തൊഴിലാളികൾ ഉണർന്ന് ഒച്ചയെടുത്ത് ആനയെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും നേരം പുലരുന്നതുവരെ പാടികൾക്കരികിൽ കാട്ടാന നിലയുറപ്പിച്ചു. നേരം പുലരുന്നതുവരെ ഇവിടെ കാട്ടാന ഉണ്ടായിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിലേറെയായി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ കാട്ടാന പതിവായി എത്തുന്നുണ്ട്. ഏതാനും വർഷം മുൻപ് ഇവിടെയുള്ള പാടിക്കരികിൽ കാട്ടാനയെ കണ്ട് യുവതി കുഴഞ്ഞു വീണു മരിച്ച സംഭവമുണ്ടായിരുന്നു. ഇതിനുശേഷം പാടികളിൽ കഴിയുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിലാണ് ജീവിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിലും കാട്ടാനകൾ വിഹരിക്കുന്നുണ്ട്. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കാട്ടാനകൾ ആക്രമിക്കുന്ന സംഭവങ്ങളും മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. വേനൽക്കാലത്ത് വരതിരപ്പള്ളി പഞ്ചായത്തിൽ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള മൺചിറകൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇക്കാര്യമുന്നയിച്ച് കളക്ടർക്കും ജലസേചന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പ്രസിഡന്റ് മീന മദനന്റെ നേതൃത്വത്തിൽ കത്തു നൽകി. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും ചിറകളിൽ നിറയുന്ന വെള്ളമാണ് പ്രധാന ആശ്രയം. കാർഷിക മേഖലയും ചിറകളെ ആശ്രയിച്ചാണ് ഇക്കാലയളവിൽ നിലനിൽക്കുന്നത്. ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട ചിറ നിർമ്മാണത്തിൻ്റെ നടപടികൾ ജനുവരി ആദ്യവാരം പിന്നിടുമ്പോഴും എങ്ങും എത്തിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അംഗങ്ങളായ ജിഷാദ്, അന്തോണി പൊന്നാരി, മെൽബിൻ എന്നിവരും നിവേദനം നൽകാൻ എത്തിയിരുന്നു. വരന്തരപ്പള്ളിയിൽ തെരുവുനായ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കുമുറി ചങ്കുണ്ണിമൂല പയ്യപ്പിള്ളി ജോയിയുടെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായകൾ കൂട്ടത്തോടെ ആക്രമിച്ചു കൊന്നത്. 12 കോഴികൾ ഉള്ളതിൽ 10 കോഴികളെയും തെരുവുനായ്ക്കൾ പല ദിവസങ്ങളിലായി കൊന്നു. വീടിന് ചുറ്റുമതിൽ ഉണ്ടെങ്കിലും മതിൽ ചാടിയാണ് നായ്ക്കൾ വീട്ടുപറമ്പിൽ എത്തിയത്. ഇതിനു മുൻപും നായ്ക്കളെത്തി കൂടിന് പുറമെ നിന്നും കോഴികളെ പിടിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി കോഴിക്കോട് പൊളിച്ചും കോഴികളെ പിടിച്ചിരുന്നു. അടുത്ത വീടുകളിൽ നിന്നും കോഴികളെ തെരുവുനായ പിടിച്ചതായും വീട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ ശബ്ദം കേട്ട് നോക്കിയതോടെയാണ് കൂട് പൊളിച്ച് കോഴികളെ കൊണ്ടുപോയതറിയുന്നത്. വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും തെരുവുനായ്ക്കൾ ഭീഷണിയാണെന്നും ഇവർ പറയുന്നു. 3 ദിവസം ഇരുണ്ടിച്ചണം പുറത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇന്നലെ ഇപ്പോൾ കൂട്ടിന്ന് വന്നിട്ട് കൂട് പൊളിച്ചിട്ട് ഇതുപോലെ കട്ട തട്ടിയിട്ടിട്ട് രാത്രി 2 മണി നേരത്ത് പുലർച്ചെ 2 മണി നേരത്ത് തട്ടിപ്പിടി ഭയങ്കര സൗണ്ട് കേട്ട് പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ നോക്കി വിളിക്കും പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയിപ്പോൾ ഇനി 2 കോഴിയുള്ളൂ. 12 കോഴി ഇല്ലേ, ഇനി 2 എണ്ണം 10 എണ്ണം ഇപ്പോൾ കഴിഞ്ഞു. പിടിച്ചു കൊണ്ടുപോയി. ഭയങ്കര ശല്യ പട്ടിയുടെ. ഇപ്പോൾ കുട്ടികളെ അതിലോട്ടിക്കൂടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കേ അവറ്റെയൊക്കെ ഓടിപ്പിച്ചിട്ടും ഭയങ്കര ശല്യം. ഞങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കോഴികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ലാസ്റ്റായിട്ട് ഇവിടേക്ക് എത്തിയത്. എല്ലാ വീട്ടിലത്തെ കോഴികൾ അപ്പുറത്തെ വീട്ടിലെത്തിയും എല്ലാവരുടെ വീട്ടിലത്തെ കോഴികളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഭയങ്കര ശല്യ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. ചാലക്കുടിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കും ബാരിക്കേഡിനും ഉള്ളിൽ കാർ കുടുങ്ങി. KSRTCയുടെ മുൻഭാഗത്ത് യു-ടേണിൽ വെച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ മറുവശത്തെ റോഡിലേക്ക് മറിഞ്ഞു വീണു. കോൺക്രീറ്റ് ബ്ലോക്ക് വീണ ഭാഗത്ത് വാഹനങ്ങൾ കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് 58കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി ചെരുമിത്ത് വീട്ടിൽ സുലൈമാനാണ് മരിച്ചത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടകര ആളൂരിൽ കിണറ്റിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചു. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് തീപിടുത്തം. പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. KSSPA പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് TT ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, KSSPA ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ,
തോമസ് കാരണത്തുകാരൻ, MS വാസുദേവൻ, ഡേവിസ് വറീദ്, PP മോഹൻലാൽ മാസ്റ്റർ, ഷാജു K ഡേവിസ് മാസ്റ്റർ, CP മണി, മധുസൂദനൻ മാസ്റ്റർ, VO ഔസേപ്പ് എന്നിവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം അനുവദിക്കുക, മെഡിസെപ്പ് പരിഷ്കരണത്തിൽ ഓപ്ഷൻ സൗകര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TT ബെന്നി മാസ്റ്റർ, സെക്രട്ടറി MS വാസുദേവൻ, ട്രഷറർ TP മോഹൻലാൽ മാസ്റ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ NCC കേഡറ്റുകളെ പ്രതിനിധീകരിച്ച് നടത്തുന്ന ഡ്രോൺ ട്രെയിനിംഗ് പവലിയൻ ടീമിലെ ഏക മലയാളി വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ ആൻഡു ജിത ദമ്പതികളുടെ മകൻ റെൽവിൻ ആൻഡോ മാപ്രാണത്തുകാരനാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ വായുസേന നടത്തിയ ഡ്രോൺ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ BTech 2ാം വർഷ വിദ്യാർത്ഥിയായ റെൽവിൻ. ദില്ലിയിൽ നടക്കുന്ന പവലിയൻ ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ വിശിഷ്ടാതിഥികളായി എത്തുന്നുണ്ട്. ഡ്രോണിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം നടത്തുന്നത് റെൽവിനാണ്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചകളിൽ ഊർജിതമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാമജപയാത്ര നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, സെക്രട്ടറി ബിനിത, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സന്ദീപ്, കുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് A ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി വേണുഗോപാൽ, വിമൽ പണിക്കാടൻ, C സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പലൂർ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റും കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും സഹകാരിയുമായിരുന്ന ജോസഫ് നമ്പാടിൻ്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. ആമ്പലൂർ ടൗൺ സൊസൈറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി, ബോർഡ് അംഗങ്ങളായ രാജു തളിയപ്പറമ്പിൽ, K ഗോപാലകൃഷ്ണൻ, KV രാജഗോപാൽ, സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ ഭാരവാഹിയുമായിരുന്ന CT ജേക്കബ് മാസ്റ്ററുടെ 7ാം ചരമവാർഷികം കോടാലിയിൽ ആചരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. INTUC മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, പുതുക്കാട് നിയോജക മണ്ഡലം യൂണിയൻ വൈസ് പ്രസിഡന്റ് തോമസ് കാവുങ്ങൽ, CH സാദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ, നൂർജഹാൻ നവാസ്, PC വേലായുധൻ, സിന്ധു പ്രഭാകർ എന്നിവർ സംസാരിച്ചു. DYFI നേതാവ് MU രഞ്ജിത്തിൻ്റെ 19ാം ചരമവാർഷിക ദിനത്തിൽ DYFI മറ്റത്തൂർ മേഖലാ കമ്മിറ്റി അനുസ്മരണ പരിപാടികൾ നടത്തി. CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. DYFI മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് PS ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KS ശ്രീജിത്ത്, മേഖലാ ട്രഷറർ CS അമൽരാജ് എന്നിവർ സന്നിഹിതരായി. കാന്തപുരത്തിൻ്റെ 3ാം കേരളയാത്രയുടെ പ്രചരണാർത്ഥം നടത്തിയ ജില്ലാതല സന്ദേശയാത്ര കോടാലിയിൽ സമാപിച്ചു. കാളത്തോട്, തൃശൂർ കോർപ്പറേഷൻ, ചാലക്കുടി, കൊടകര, ആമ്പലൂർ, വരന്തരപ്പള്ളി പൗണ്ട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് കോടാലി സെൻട്രലിൽ സമാപനം നടന്നത്. സമാപന സമ്മേളനം സമസ്ത ജില്ലാ പ്രസിഡന്റ് PV മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. CV മുസ്തഫ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, വരവൂർ മുഹിയുദ്ദീൻ സഖാഫി, KB ബഷീർ, സാദിഖ് അലി ഫാളിലി, ഹുസൈൻ ഫാളിലി, മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, മുസ്തഫ കാമിൽ സഖാഫി, സയ്യിദ് അഖ്യുദ്ദീൻ തങ്ങൾ, ഷെരീഫ് പാലപ്പള്ളി, അനസ് ചൊക്കന, സൂഫിയാൻ കോടാലി തുടങ്ങിയവർ സംബന്ധിച്ചു. ധാരാളം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ വെച്ചാണ് ആ യാത്ര അവസാനിക്കുന്നത്. മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച സമസ്ത എക്കാലത്തും മനുഷ്യർക്കൊപ്പം സഞ്ചരിച്ചൊരു പ്രസ്ഥാനമാണ്. ആ മഹത്തായ സമസ്തയുടെ സെക്രട്ടറി ജനറൽ മഹാനായ കാന്തപുരം നയിക്കുന്ന 3ാം കേരള യാത്രയാണ് ജനുവരി 1-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും വയനാടും കഴിഞ്ഞ് ഇന്ന് നീലഗിരിയിൽ സംബന്ധിക്കുന്ന കേരള യാത്ര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ചാവക്കാട്ടിലേക്ക് ജനുവരി 10-ാം തീയതി എത്തിച്ചേരുകയാണ്. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു.
ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഫാദർ മത്തായി തൊഴുത്തിങ്കൽ പെരുന്നാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ ചീരക്കുണ്ട് കുരിശടിയിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും ഉണ്ടായിരുന്നു. ബാൻഡ് മേളവും ഒരുക്കിയിരുന്നു. ബുധനാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സോണി വി മാണി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പെരുന്നാൾ സന്ദേശം, സ്ലീബ എഴുന്നള്ളിപ്പ്, ലേലം, തെക്കേ കുരിശടിയിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ലിജു ജോൺ ചരിവുപുരയിടത്തിൽ, കൈസ്ഥാനി ജോണി മാർക്കോസ് വലിയകട്ടയിൽ, സെക്രട്ടറി റിൻഡോ തരിയൻ, അനീഷ് ജോയ്, VM പോൾസൺ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റായി T. മോഹനനെയും ജില്ലാ സെക്രട്ടറിയായി KM ചാക്കോയെയും തെരഞ്ഞെടുത്തു. പാലാഴി അമ്പലക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് പാലാഴി ശ്രീഭദ്രയുടെ ഓണംകളി, 8:30-ന് തൃശൂർ ദൃശ്യ നാടകവേദിയുടെ നാടകം, വ്യാഴാഴ്ച വൈകിട്ട് 8-ന് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. പള്ളിവേട്ട ദിവസമായ 13-ന് രാവിലെ 9-ന് ശീവേലി പഞ്ചാരിമേളം, വൈകിട്ട് 8:30-ന് കലാസമിതി ആലിൻ ചുവട്ടിൽ പള്ളിവേട്ട, കൊടകര ഉണ്ണി നയിക്കുന്ന പാണ്ടിമേളം, ഉത്രം കലാസമിതിയുടെ നാടൻ കലാരൂപങ്ങൾ, 14-ന് രാവിലെ 9-ന് ആറാട്ട്, 10-ന് കൊടിക്കൽപ്പറ, 12-ന് കലശം, വൈകിട്ട് 6:30-ന് കളരി പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് മകരജ്യോതി ഘോഷയാത്ര, മകരജ്യോതി സമർപ്പണം, കല്ലുവഴി ബാബു നയിക്കുന്ന പഞ്ചവാദ്യം എന്നിവയാണ് പരിപാടികൾ. തൃക്കൂർ ഗവൺമെൻറ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപകരുടെ യാത്രയയപ്പ് യോഗവും വെള്ളിയാഴ്ച രാവിലെ 10:30-ന് നടക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാർ, ചലച്ചിത്ര ഗായകൻ അനൂപ് ശങ്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന എന്നിവർ സന്നിഹിതരാകും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് OPയിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും. MBBS ബിരുദവും TCMC രജിസ്ട്രേഷനും ഉള്ളവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അസൽ സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9946619942. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഇലക്ട്രിക്കൽ, ഗസ്റ്റ് ട്രേഡ്സ്മാൻ പ്ലംബിംഗ് വിഭാഗങ്ങളിൽ ഓരോ ഒഴിവുണ്ട്. ജനുവരി 13-നാണ് ഇൻ്റർവ്യൂ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ, ആധാർ, പാൻ കാർഡ്, ബയോഡാറ്റ എന്നിവ അടങ്ങിയ അപേക്ഷയും സഹിതം രാവിലെ 10-ന് കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഗസ്റ്റ് ലെക്ചറർ ഇലക്ട്രിക്കൽ വിവരങ്ങൾക്ക് 8547083631. ഗസ്റ്റ് ട്രേഡ്സ്മാൻ പ്ലംബിംഗ് വിവരങ്ങൾക്ക് 9446073450 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,675 രൂപ, പവന് 1,01,400 രൂപ. നന്ദിക്കര വലിയ പറമ്പിൽ വിജയൻ ഭാര്യ ലീല അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ഇരിഞ്ഞാലക്കുട മുക്തിസ്ഥാനിൽ. സിന്ധു, സിനി, സിബി, സിജു എന്നിവർ മക്കളും, സതീഷ്, മോഹനൻ, ബാബു, വിഷ്ണുപ്രിയ എന്നിവർ മരുമക്കളുമാണ്. കോടാലി മൂത്തേടത്ത് നാനിക്കുട്ടിയമ്മ മകൻ അപ്പുനായർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുറുവത്ത് ഹേമലതയാണ് ഭാര്യ. ബേബി, ബാബു, ശാലിനി, ശാന്തി എന്നിവർ മക്കളും, വിശ്വനാഥൻ, ഋഷില, അനിൽ, ദിനേഷ് എന്നിവർ മരുമക്കളുമാണ്.
മുരിയാട് വടക്കുംചേരി പൊട്ടക്കൽ ജോസ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് മുരിയാട് സെൻറ് ജോസഫ് പള്ളിയിൽ. പേരാമ്പ്ര മൂക്കനാമ്പറമ്പിൽ പരേതയായ തങ്കമ്മയാണ് ഭാര്യ. ആൻസി, അല്ലി, അമ്പിളി എന്നിവർ മക്കളും ജോയി, ഷാജി, സേവ്യർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ സംഘടിപ്പിച്ചു. ചൊക്കന എസ്റ്റേറ്റിലെ പാടികൾക്കു സമീപം കാട്ടാന. ഭീതിയിൽ തൊഴിലാളി കുടുംബങ്ങൾ. വേനൽക്കാലത്ത് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള മൺചിറകൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളിയിൽ തെരുവുനായ ആക്രമണത്തിൽ കോഴികൾ ചത്തു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുതുക്കാട് 58കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി. കൊടകര ആളൂരിൽ കിണറ്റിൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചു. ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.